നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 252 252. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 15 37 ശ്ലോകമാണ് എന്ന് പറയേണ്ടത്. ഏവം തദൈവ ഭഗവാൻ അരവിന്ദനാഭ സ്വാനാം വിഭുദ്യ സദതിക്രമമാര്യഹൃദ്യാം തസ്മിന്യയോ പരമഹംസമഹാമുനീനാം അന്വേഷണീയ ചരണോ ചലയൻ സഹസ്രീ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആര്യന്മാരുടെ മനസ്സിനെ ഹരിക്കുന്നവരും നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവോടുകൂടിയവനുമായ ജ്ഞാനാദി പരിപൂർണൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജ്ഞാനാദി പരിപൂർണൻ. അപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ വാക്കിൻ്റെ മുമ്പ് ഭഗവാൻ എന്നോട് വെച്ചാൽ മോശമല്ലേ? അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താണ് പറഞ്ഞാൽ, പരിപൂർണത എന്നുള്ളത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ആരാ ചോദിച്ചാൽ ഭാഗവത ദാസന്മാരാണ്. ഞാൻ ഭാഗവത ഭക്തദാസനാണ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ അരവിന്ദൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനാദി പരിപൂർണൻ എന്നാണ്. പരിപൂർണമല്ലാത്തവനെ ഭഗവാൻ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ സ്വഭൃത്യന്മാരുടെ ഇപ്രകാരം സത്തുക്കളുടെ നേരെ ഉണ്ടായ അതിക്രമത്തെ അപ്പോൾ തന്നെ നന്നായി അറിഞ്ഞിട്ട് ശ്രീദേവീ സഹിതനായിട്ട് പരമഹംസന്മാരായ മഹാമുനികളാൽ അന്വേഷിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ പാദങ്ങളെ, അതിൻ്റെ അർത്ഥതലം ഭയങ്കര അതായത് പരമഹംസന്മാരായ മഹാമുനികളാൽ അന്വേഷിക്കപ്പെടേണ്ടതായ അന്വേഷിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ പാദങ്ങൾ ഉള്ളവനാണ്. ആ പാദങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനത്തിൽ യാനം ചെയ്തു അവിടെ വന്നിരുന്നു ഭഗവാൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഇങ്ങനെ സനകാദികളുടെ നേരെ സ്വഭൃത്യന്മാർ കാട്ടിയ അതിക്രമത്തെ അപ്പോൾ തന്നെ അറിഞ്ഞ ഭഗവാൻ ലക്ഷ്മി സഹിതനായിട്ട് ആ ദ്വാരദേശത്തിലേക്ക് പാദസഞ്ചാരേണ പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം? മെതിയടി ഇല്ലാതെ കണ്ടെന്ന് അർത്ഥം പറയണം. അപ്പോൾ ബഹുമാനിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പാദരക്ഷകൾ ദൂരത്ത് വയ്ക്കണം. ഇപ്പം ക്ഷേത്രങ്ങൾക്ക് പോകുമ്പോൾ ചെരുപ്പുകളൊക്കെ ആ ഗോപുരത്തിൽ വെക്കരുത്, തൊടാൻ പാടില്ല ഗോപുരത്തിന്. ഗോപുരം താന്ത്രികമായിട്ടുള്ള അറ്റൻഷൻ വേണ്ടതാണ്. മതിലിൻ്റെ മുകളിൽ വയ്ക്കരുത്. മതിലും അതായത് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലുള്ള പീഠത്തിൽ ഒരു തുള്ളി ശംഖുതീർത്ഥോ ഒരു പൂവോ അർച്ചിച്ചാൽ അതിൻ്റെ ആകിരണം ഈ ചുറ്റമ്പലം എന്താണെന്ന് പറയുക, ചുറ്റുമതിലിനോടൊപ്പം വരുന്ന പറയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അതാണ് പാദസഞ്ചാരേണ മെതിയടി ഇല്ലാതെ കൊണ്ട് പെട്ടെന്ന് വന്നു എന്നാ.
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഈ സനകാദികൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. തൻ്റെ നാഭികമലത്തിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്നാണല്ലോ ലോകമുണ്ടായത്. താമരയാകുന്ന ലോകം, അല്ലെങ്കിൽ ലോകമാകുന്ന താമര, എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിച്ചോളൂ. അപ്പോൾ ആ ലോകത്തെ എല്ലാം ഒരുപോലെ കരുതി എല്ലാവരെയും സമാധാനിപ്പിക്കേണ്ടതായ ഭാരവാഹിയാണല്ലോ ഭഗവാൻ. ദർശനമാത്രത്താൽ ആര്യന്മാരെ ആനന്ദിപ്പിക്കുന്ന ദിവ്യമംഗള വിഗ്രഹത്തെ സനകാദികളുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു. കണ്ടോളൂ, നിങ്ങൾ ഉള്ളിൽ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ പുറത്തുണ്ടെങ്കിൽ ഞാൻ പുറത്ത് വന്ന് നിങ്ങളെ കണ്ടോളാം അതിൻ്റെ വ്യംഗ്യം. പരമഹംസന്മാരായ ആ മുനിമാർ കാണാൻ ആഗ്രഹിച്ച പാദങ്ങളെ കാണാൻ തടസ്സപ്പെടുത്തിയത് കൊണ്ടല്ല അവർക്ക് കോപം ഉത്ഭവിച്ചത്. ആ ചരണങ്ങളെ ദർശിപ്പിച്ച് അവരുടെ ചിത്തക്ഷോഭത്തെ ശമിപ്പിക്കണമെന്നുള്ള അനുഗ്രഹബുദ്ധിയോടുകൂടെ അവിടെ എഴുന്നള്ളിയെന്നാണ്. വളരെ വൈകാരികമായിട്ടാണ് ഭക്തിയുടെ പ്രസരിപ്പ്. വൈകാരികം. അടുത്ത ശ്ലോകം 38. തം ത്വാഗതം പ്രതിഹൃതോപയികം സ്വബുംഭിസ്തേ ചക്ഷദാക്ഷവിഷയം സ്വസമാധിഭാഗ്യം ഹംസശ്രയോർവ്യജനയോ ശിവവായുലോലശുഭ്രാതപത്ര ശശികേശരശീകരാംബും. ഈ ശ്ലോകത്തിന് വാക്കാർത്ഥം പറയാം. സ്വഭൃത്യന്മാരാൽ പ്രതിഹരിക്കപ്പെട്ടിരിക്കുന്ന ഉപയോഗാർഹമായ സാധനം ഛത്രം, ചാമരം, അതായത് ഔദ്യോഗികമായിട്ട് വെൺകൊറ്റക്കുട, വെഞ്ചാമരം, ആലവട്ടം, അതൊന്നും ഇല്ലാണ്ട് തങ്ങളുടെ സമാധിയുടെ ഭാഗ്യഫലമായി ഭവിച്ചവൻ, അക്ഷികൾക്ക് നേത്രങ്ങൾക്ക് വിഷയമായവൻ. ഹൃദയഗുഹയിലാണല്ലോ ഈ പരമഹംസന്മാർ ഭഗവാനെ കാണണത്. ഇതങ്ങനെയല്ല, നഗ്ന നേത്രങ്ങളെ കൊണ്ടാണ്. അഹോ ഹന്ത ഭാഗ്യം ജനാനാം. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്, ഇത് കേൾക്കുമ്പോൾ നിങ്ങളും ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ, ഈ സനകാദികളുടെ ഒപ്പം നമ്മുടെ മനസ്സുണ്ടായാൽ മതി. അപ്പോൾ ജയവിജയന്മാരെന്ന വിഷ്ണു പാർഷദൻ എങ്ങനെയാണ് അവരെ തടഞ്ഞതെന്നും അവർ തമ്മിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ആ സമയത്ത് ഭഗവാൻ അങ്കലാപ്പോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അങ്കലാപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയോടുകൂടി സാക്ഷാൽ ശ്രീ ലക്ഷ്മി ഭഗവതിയോടുകൂടി കാലിൽ എന്താണെന്നാ പറയുക, പാദരക്ഷയില്ലാതെ കണ്ട് അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ആ വെൺകൊറ്റക്കുട, ചാമരം, അതൊന്നും ഇല്ലാതെ കണ്ട് ഇവർക്ക് തൻ്റെ തിരുപാദ പത്മ ദർശനം കൊടുത്തു എന്നാണ്. അതാണ് പാദചാരേണ. അപ്പോൾ ഛത്രം, ചാമരം മുതലായ അതെ, അപ്പോൾ നേത്രങ്ങൾക്ക് വിഷയമായവൻ ഹംസത്തിൻ്റെ ശോഭ പോലെ ഇരിക്കുന്ന ശോഭയോടുകൂടിയ ചാമരങ്ങളുടെ ശിവവായു അതെ, ശിവമായ എന്ന് പറഞ്ഞാൽ സുഖകരമായ വായു നിമിത്തം ഇളകിക്കൊണ്ടിരിക്കുന്നതും ചന്ദ്രസദൃശവുമായ ആതപത്രത്തിൻ്റെ ആലവട്ടം മുത്തുമാലകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളോടുകൂടിയവൻ ആഗമിച്ചവനായ ആ ഭഗവാനെ അവർ കണ്ടു. ആര് കണ്ടു? ഈ സനകാദികൾ കണ്ടു, 4 പേരും. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്. സനകാദി മുനിമാരുടെ അരികത്ത് വന്നിരിക്കുന്ന ഭഗവാനെ വർണ്ണിക്കുന്ന പദ്യങ്ങളാണിവ. ശ്രദ്ധിക്കുക, അതാണ് പറഞ്ഞത് വി ആർ ദി ബ്ലെസ്ഡ് എന്ന് പറയാൻ കാരണം. ഛത്രം, ചാമരം, പാതുകം മുതലായ സാധനങ്ങളെ സ്വഭൃത്യന്മാർ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുന്നത് കൊണ്ട് അകമ്പടികളോട് കൂടാതെ ബദ്ധപ്പാടോടുകൂടിയാണ് ഭഗവാൻ പുറപ്പെട്ടതെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ തൻ്റെ വൈകുണ്ഠദ്വാരത്തിൽ ബ്രാഹ്മണർ വന്നാൽ ഭഗവാന് പിന്നെ ഇരിക്കപ്പുറത്തില്ല, അവരെ തടയണത് ഭഗവാന് ഇഷ്ടമല്ല. അപ്പം നമ്മുടെയൊക്കെ സ്ഥിതി അതായിരിക്കണം. നമ്മളെ കാണാൻ വരുന്നവരെ നമ്മൾ അറിഞ്ഞാൽ പോയി സ്വീകരിക്കണം എന്നാ.
നീതിശാസ്ത്രത്തിൽ വിതുരനീതിയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ചാണക്യനീതിയിൽ, വിതുരനീതിയിൽ, പരാശര സംഹിതയിൽ പ്രായത്തിൽ കവിഞ്ഞവരെ, പാണ്ഡിത്യമുള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ പോയി സ്വീകരിക്കണം. അപ്പോൾ ഇത്ര കാലവും സമാധിയിൽ കണ്ടാനന്ദിച്ചിരിക്കുന്ന ആ ദിവ്യവിഗ്രഹം ഇപ്പോൾ നേത്രങ്ങൾക്ക് തന്നെ വിഷയമായി ഭവിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കുസൃതി ചോദ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറയണം. നമ്മൾ എത്രയോ സപ്താഹങ്ങൾ നടത്തിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. സ്റ്റേജ് ഭയങ്കര ഡെക്കറേഷൻ, യജ്ഞവേദി പലതരത്തിൽ, 500 ചരാതുകൾ അല്ലേ, ഒരു 100 ഇഷ്ടികകൾ, ഒരു 100 മീറ്റർ പട്ടിക ഒക്കെ വേണം. അങ്ങനെയാണല്ലോ വലിയ വലിയ സ്റ്റേജൊക്കെ. പക്ഷെ ഈ ഒരു സുഖം പ്രത്യക്ഷത്തിൽ നഗ്നമായ നേത്രങ്ങളെ കൊണ്ട് ഭഗവാനെ കാണിച്ചു തരാൻ അവർക്ക് സാധിക്കുമോ ഒരു യജ്ഞവേദിയിൽ? ഇല്ല. കാരണം എന്താ? അവിടെ അദ്വൈതമല്ല പറഞ്ഞത്, ദ്വൈതാണ്. ഈശ്വരൻ വേറെ, നമ്മൾ വേറെ എന്നല്ലേ പറഞ്ഞത്. അദ്വൈത ചിന്ത വേണമെന്നുണ്ടെങ്കിൽ ഈ കഥാഗോളത്തിൽ കൂടെ നമ്മൾ നടക്കണ്ടേ? വേദവ്യാസരുടെ തൂലിക ചലിച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമ്മുടെ കണ്ണ് പോകണം, നമ്മുടെ മനസ്സ് പോകണം. അപ്പോൾ ആ തൂലിക എവിടെയൊക്കെ പ്രയോഗത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ആ സ്ഥലത്തു കൂടെ നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പരിപാവനായി തീരല്ലേ ചെയ്യണത്? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു അവസരം ഭാഗവതത്തിലുണ്ട്. പക്ഷെ സപ്താഹത്തിൽ എങ്ങനെ ഇത് കാണിക്കുക? പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഭാഗവതം വായിക്കുന്നവരാവും, പക്ഷെ ഇതിൻ്റെ അർത്ഥതലങ്ങൾ അറിയണ്ടേ? ഈ വായിച്ചത് മുഴുവൻ അർത്ഥം അറിയണ്ടേ? സംസ്കൃതം അറിയണ്ടേ നമുക്ക്? ഞാൻ പറഞ്ഞു, ഞാനൊരു സംസ്കൃത പണ്ഡിതനല്ല, ഞാനൊരു മലയാളം പണ്ഡിതനും അല്ല. പക്ഷെ എനിക്ക് മലയാളം വായിച്ചാൽ അറിയാം. എനിക്ക് കൺവിൻസ് ആയത് ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാശി പിടിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ദിസ് ഈസ് മൈ റൈറ്റ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ്. ഇതിലുള്ളത് ആസ് ഇറ്റ് ഈസ് പറഞ്ഞ് മനസ്സിലാക്കലാണ് എൻ്റെ ചുമതല. അതിൽ എനിക്ക് എന്ത് അനുഭൂതി രസമുണ്ട്, ആ രസം നിങ്ങൾ സ്വീകരിച്ചാൽ എനിക്ക് നന്നായി എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് നന്നായി. അതുകൊണ്ടാണ് പറഞ്ഞത് നേത്രങ്ങൾക്ക് തന്നെ വിഷയമായി ഭവിച്ചിരിക്കുന്നു. 2 ഭാഗത്തും ഭൃത്യന്മാർ നിന്ന് പിടിച്ച് വീശുന്ന ഹംസപ്പക്ഷികളുടെ വർണ്ണം പോലെ ശുഭ്രമായിരിക്കുന്ന ചാമരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സുഖകരമായ വായുവിൻ്റെ സ്പർശനം നിമിത്തം ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആദപത്രത്തിൽ കെട്ടിയലങ്കരിച്ചിരിക്കുന്ന മുത്തുമാലകളിൽ നിന്ന് ജലബിന്ദുക്കൾ ഭഗവാന്റെ മേൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രകാരം എഴുന്നള്ളുന്ന ശ്രീനാരായണമൂർത്തിയെ സനകാദികൾ കണ്ടു. നാരായണമൂർത്തി. 39 കൃഷ്ണപ്രസാദ സുമുഖം സ്പൃഹണീയധാമ സ്നേഹാവലോകകലയാഹൃതി സംസ്പൃശന്തം ശ്യാമേ പൃഥാവുരസി ശോഭിതയാശ്രയാ സ്വച്ചൂടാമണിം സുഭഗയന്തമിവാത്മധിഷ്ണ്യം. സകലരുടെ നേരെയും പ്രസാദത്തെ സൂചിപ്പിക്കുന്ന ശോഭനമായ മുഖത്തോടുകൂടിയവനും ആഗ്രഹിക്കത്തക്ക ഗുണങ്ങളുടെ ആശ്രയഭൂതനും സ്നേഹപൂർവകമായ നോട്ടത്താൽ ഹൃദയത്തിൽ നന്നായിട്ട് പ്രവേശിക്കുന്നവനും ശ്യാമനിറമുള്ളതും വിസ്താരമുള്ളതുമായ മാറിടത്തിൽ പ്രകാശിക്കുന്ന ലക്ഷ്മിയാൽ സ്വർഗശ്രേഷ്ഠമായ സ്വസ്ഥാനത്തെ ശോഭിക്കുന്നവനുമായ ആ ഭഗവാനെ കണ്ടു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. സനകാദികളുടെയും സ്വഭൃത്യന്മാരുടെയും നേർക്കുള്ള അനുഗ്രഹ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ തക്കവിധം ശോഭനമായിരുന്നു ഭഗവാന്റെ മുഖാരവിന്ദം. ഓക്കെ. ആഗ്രഹിക്കത്തക്ക കാന്തി, സൗകുമാര്യം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങളുടെ ആശ്രയഭൂതനായിരുന്നു. ആരെ? ഭഗവാൻ.
ആശ്രയഭൂതൻ. സ്നേഹത്തെ സൂചിപ്പിക്കുന്ന നോട്ടത്താൽ ഭക്തന്മാരായ അവരുടെ ഹൃദയത്തിൽ ആ സ്വരൂപം സുഖേന പ്രവേശിച്ചിരിക്കുന്നു. ശ്യാമള നിറവും വിസ്താരമുള്ള മാറിടത്തിൽ പ്രകാശിക്കുന്ന ശോഭാ അതിശയം സത്യലോകപര്യന്തമുള്ള ലോകങ്ങളിൽ വച്ച് ഉത്കൃഷ്ടമായിരിക്കുന്ന വൈകുണ്ഠത്തെ തന്നെ അത്യന്തം ശോഭിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. ഇപ്രകാരമുള്ള ഭഗവത് സ്വരൂപത്തെ സനകാദികൾ കണ്ടു. 40. പീതാംശുകേ പൃഥുനിദംബിനി വിസ്ഫുരന്ത്യാ കാഞ്ചാളിഭിർവിരുതയാ വനമാലയാ ച വൽഗുപ്രകോഷ്ഠവലയം വിനിതാസുതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം. വിസ്തീർണമായ നിതംബമാകുന്ന ആശ്രയത്തോടുകൂടിയ മഞ്ഞപ്പട്ടിൽ വിശേഷേണ ശോഭിക്കുന്നതായ അരഞ്ഞാണത്തോടും വണ്ടുകളാൽ ശബ്ദിക്കപ്പെടുന്ന വനമാലയോടും കൂടിയവനും ഗരുഡൻ്റെ തോളിൽ മനോഹരമായ പ്രകോഷ്ഠങ്ങളിൽ വലയത്തോടുകൂടിയ കയ്യിനെ വിന്യസിച്ചവനും, അതായത് ഗരുഡൻ്റെ കഴുത്തിലെന്നാണ് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ മറ്റേ കൈ കൊണ്ട് താമരയെ ചലിപ്പിക്കുന്നവനുമായിരുന്നു. ഭാവനയുള്ളതൊക്കെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. തടിച്ചും വിസ്താരമുള്ളതുമായ നിതംബത്തിൽ ധരിച്ചിട്ടുള്ള മഞ്ഞപ്പട്ടിൻ്റെ മീതെ അരഞ്ഞാൻ പ്രകാശിച്ചു കിടക്കുന്നുണ്ട്. മനോഹരമായ വാസന ഏറ്റുവന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടുകളാൽ ചുറ്റപ്പെട്ട വനമാലയെ മാറിടത്തിൽ ധരിച്ചിട്ടുണ്ട്. മനോഹരമായ പ്രകോഷ്ഠത്തിൽ കൈത്തണ്ടയിൽ ധരിച്ചിരിക്കുന്ന വലയത്തോടുകൂടെ ഇടത്തെ കൈ ഗരുഡൻ്റെ മീതെ വെച്ചും വലത്തെ കൈകൊണ്ട് തണ്ടോടുകൂടി ഒരു താമരപ്പൂവിനെ ചലിപ്പിച്ചുകൊണ്ടും നേരിട്ട് വരുന്ന ഭഗവാനെ സനകാദികൾ കണ്ടു എന്നാണ്. ആദ്യം നടന്നു വരുന്നത് കണ്ടു, പിന്നെ ഗരുഡോഗിരി കണ്ടു. വിത്യുച്ഛിഭന്മകരകുണ്ടലമണ്ഡനാർഹകണ്ഠസ്ഥലോന്നസമുഖം മണിമത്കിരീടം ദോർദണ്ഡഷണ്ഡവിവരേഹരതാപരാദ്യഹാരേണ ഗന്ധരഗതേന ച കസ്തുഭേനാം. വിദ്യുത്തിനെ, മിന്നൽ, ക്ഷിപത്തുക്കളായിരിക്കുന്ന, തിരസ്കരിക്കുന്ന അതായത് ഭഗവാന്റെ കാതിലിട്ടിട്ടുള്ള മകരകുണ്ടലങ്ങൾ മിന്നൽ പ്രകാശത്തെ തോൽപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത് എൻ്റെ താല്പര്യം. അപ്പോൾ തിരസ്കരിക്കുന്ന മകരകുണ്ടലങ്ങൾ കൊണ്ടുള്ള മണ്ഡനത്തിൽ, അലങ്കരണത്തിൽ അർഹങ്ങൾ, യോഗ്യങ്ങൾ ആയിരിക്കുന്ന ഖണ്ഡസ്ഥലങ്ങളും ഉത്കൃഷ്ടമായ നാസികയുമുള്ള മുഖത്തോടുകൂടിയവനും രത്നങ്ങളുള്ള കിരീടത്തോടുകൂടിയവനും ദോർദണ്ഡങ്ങളുടെ കൈകളുടെ ഷണ്ഡത്തിൻ്റെ സമൂഹത്തിൻ്റെ വിവരത്തിൽ മധ്യത്തിൽ മനോഹരമായിരിക്കുന്ന ശ്രേഷ്ഠമായ ഹാരത്താലും കന്ധരയിൽ, അതായത് കണ്ടത്തിൽ കിടക്കുന്ന കസ്തുഭത്താലും ശോഭിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെ വർണ്ണിക്കണോ അങ്ങനെയൊക്കെ വർണ്ണിക്കാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. സ്വപ്രഭയാൽ, നമുക്കൊക്കെ എന്താ ഉള്ളത്? സ്വപ്രഭ, അതായിരിക്കണം. വേറൊരാളുടെ പ്രഭ കടം വാങ്ങാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ സ്വപ്രഭയാൽ മിന്നലിൻ്റെ കാന്തിയെ തിരസ്കരിക്കുന്ന മകരകുണ്ടലങ്ങളെ അലങ്കരിക്കുവാൻ തക്ക യോഗ്യതയുള്ള കവിൾത്തടങ്ങൾക്കാണ് ശോഭ. ഉന്നതമായ നാസികയും കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടുകൂടിയും നീണ്ടുരുണ്ട് കിടക്കുന്ന 4 കൈകളുടെ മധ്യമായ മാറിടത്തിൽ മനോഹരമായിരിക്കുന്ന മുത്തുമാല കൊണ്ടും കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന കസ്തുഭരത്നം കൊണ്ടും ശോഭിച്ചിരിക്കുന്ന ഭഗവാനെ സനകാദികൾ കണ്ണിറയെ കണ്ടു. 42. അത്രോപസൃഷ്ടമിതി ഉൽസ്മിതമിന്ദിരായ സ്വാനാം ധിയാ വിരചിതം ബഹുസൗഷ്ടവാഢ്യം മഹ്യം ഭവസ്യ ഭവതാം ച ഭവന്തമംഗം നേമൂർനിരീക്ഷണ വിതൃപ്തദൃശോ മുദാകൈ. ലക്ഷ്മിയുടെ ഗർവം ഈ രൂപത്തിൽ അസ്തമിച്ചു.
ലക്ഷ്മി ദേവിക്ക് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യം വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം കമ്മിയാന്നാണ് പറഞ്ഞത്. എന്ന് തോന്നുമാറായിരിക്കുന്നതും സ്വഭക്തന്മാരുടെ ബുദ്ധിയാൽ ധ്യാനിക്കപ്പെടുന്നതും. ഈ വാക്ക് ധ്യാനിക്കപ്പെടണം. ഇത് നമുക്ക് എവിടെ കിട്ടില്ല? സപ്താഹത്തിൽ കിട്ടില്ല. കാരണം എന്താ? അവിടെ ദ്വൈതത്തിലുള്ള പൂജകളാണ്. ഗോവിന്ദവട്ടാഭിഷേകം, വാട്ട് നോട്ട്, അല്ലേ? 20 റുപ്യ കൊടുത്ത ഒരു പാലുകൊണ്ട് നമുക്കും ആ ഗോവിന്ദവട്ടാഭിഷേകത്തിൻ്റെ ഒരു ഗരിമയുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഉള്ളൊരുക്കി കരയാണ് ചെയ്യണത് ഗോവിന്ദനെ പട്ടാഭിഷേകം ചെയ്യുമ്പോൾ, അല്ലേ? പാലൊഴിക്കുമ്പോൾ എൻ്റെ മകന് ജോലി വേണേ, മകന് പെൺകുട്ടി വേണേ, പെൺകുട്ടിക്ക് ആൺകുട്ടി വേണേ, ഇഷ്ടം. എന്ത് പാപം ചെയ്തു എന്നാണ് എനിക്കറിയാത്തത് ഗോവിന്ദൻ. അങ്ങനെയുണ്ടല്ലോ. കടലും കടലാടിയും കൂട്ടിയുള്ള വ്യത്യാസമുണ്ട് ഇതൊക്കെ. അതുകൊണ്ടാണ് ധ്യാനിക്കപ്പെടുന്നതും എനിക്കും, അതായത് ബ്രഹ്മാവിനും എന്നർത്ഥം, പരമേശ്വരനും നിങ്ങൾക്കും ദേവന്മാർക്കും അതിസൗന്ദര്യത്തോടു കൂടിയതുമായ രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നവനെ നോക്കിയിട്ട് തൃപ്തിയെ പ്രാപിക്കാത്ത നേത്രങ്ങളോടുകൂടിയവരായിട്ട് സന്തോഷത്തോടുകൂടെ ശിരസ്സുകൾ കൊണ്ട് നമസ്കരിച്ചു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. സൗന്ദര്യത്തിൻ്റെ പരമാവധിയാൽ ഭവിച്ചവൾ ഞാനെന്നുള്ള ലക്ഷ്മി ദേവിയുടെ ഗർവം ഈ സ്വരൂപത്തെ കണ്ടപ്പോൾ അസ്തമിച്ചതുകൊണ്ടോ എന്ന് തോന്നുമാറ് ലക്ഷ്മി ദേവിയാൽ നിരന്തരം ആശ്രയിക്കപ്പെട്ടിരിക്കുന്നതും ഭക്തന്മാരുടെ വിചാരശക്തിയാൽ, വികാരശക്തിയല്ല, വിചാരശക്തിയാൽ. നമ്മൾക്ക് ഓരോരുത്തർക്കും സപ്താഹത്തിന് പോണവർക്ക് വിചാരശക്തി എത്രയുണ്ട്? അതിനനുസരിച്ചിരിക്കും വിവരങ്ങൾ ധരിക്കണത്. സങ്കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എനിക്കും പരമശിവനും നിങ്ങൾക്കും എന്ന് വേണ്ട, ഭജിക്കുന്നവർക്കൊക്കെയും അല്ലാണ്ട് 50,000 1,00,000 കൊടുത്തവരെന്ന് പറഞ്ഞിട്ടില്ല. ആരൊക്കെ ഭജിക്കുന്നുണ്ട്? 1 രൂപ കൂടി കൊടുക്കാത്തവർ ഭജിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അവരുടെ അടുത്താണ്. ഇല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ കൂടി പങ്കുകൊള്ളുന്ന ഒരു സപ്താഹത്തിൽ എത്ര ഭക്തനാണെങ്കിലും 1,00,000 രൂപ ഡൊണേഷൻ കൊടുത്തവർക്കല്ലേ നമ്മൾ പൊന്നാട അണിയിക്കണത്. എൻ്റെ ഗുരുനാഥൻ ഒരു വെടി പൊട്ടിച്ചു എന്നോട്. എന്താ ഉണ്ടോ എടാ, അമ്മാതിരി കോപ്പറേറ്റീവത്തിനൊന്നും നീ നിൽക്കരുത് കേട്ടോ അത് എന്ന് പറഞ്ഞാൽ, പാരായണം നടക്കുമ്പോൾ, പ്രഭാഷണം നടക്കുമ്പോൾ ഒരു VVIP വന്നാൽ ഏത് വലിയ കമ്മിറ്റിക്കാരൻ പറഞ്ഞാലും ശരി അവരെ ആചരിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഉവാച, അതാണ് പ്രധാനം. ഋഷി ഉവാച, അല്ലേ? സൂത ഉവാച. ഇങ്ങനെ ഭഗവാനെ പറ്റി ആരെന്തൊക്കെ പറയണം. പാരായണം നടക്കുമ്പോൾ, പ്രഭാഷണം നടക്കുമ്പോൾ അത് കട്ട് ഷോർട്ട് ചെയ്തിട്ട് യജ്ഞവേദിയിൽ ഒരാളെ പൊന്നാട അണിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സപ്താഹം ഏൽക്കുമ്പോൾ തന്നെ പറയുക കമ്മിറ്റിക്കാരോട്. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ടീ ടൈം കഴിഞ്ഞ ഉടനെ തുടങ്ങുന്ന സമയത്ത് ഇൻറ്റിമേഷൻ തന്നാൽ ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റേജ് അതിനു വേണ്ടി യൂസ് ചെയ്യാം. പാരായണം പ്രഭാഷണം സമർപ്പിച്ചതിൻ്റെ ശേഷം. അതേപോലെ ചായ കുടി കഴിഞ്ഞ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ, ആരതി കാണിക്കുന്നതിൻ്റെ മുമ്പേ കമ്മിറ്റിക്കാരെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേമാതിരി ഊണ് കഴിക്കാൻ മഹാപ്രസാദത്തിന് നിവേദ്യമൊക്കെ കഴിഞ്ഞ് ആരതി ഒഴിഞ്ഞ് VIPസിനെ എൻ്റർടൈൻ ചെയ്യാം. അതേപോലെ ഊണ് കഴിഞ്ഞ് സെഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എഗെയിൻ ചായക്ക് നിർത്തുമ്പോൾ അല്ലാതെ കണ്ട് ഇൻ സെഷൻ ചെയ്യരുതെന്നാണ്. ഞാൻ ചെയ്തിട്ടുമില്ല. അത് കൈവിട്ട് പോകരുത് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്.
ഡോൺ ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ സർവാഭീഷ്ടത്തെയും സാധിപ്പിക്കുവാൻ തക്ക വിധമുള്ള സൗന്ദര്യാതിശയത്തോടു കൂടിയതുമായ രൂപത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് സമീപത്തേക്ക് വരുന്ന ഭഗവാനെ കണ്ടിട്ട് തൃപ്തി അടയാത്ത നേത്രങ്ങളോടുകൂടിയ സനകാദികൾ അതിസന്തോഷത്തോടുകൂടെ ദണ്ഡ നമസ്കാരം ചെയ്തു. 43. തസ്യാരവിന്ദ നയനസ്യ പദാരവിന്ദ കിഞ്ചിൽ കമിശ്രി തുളസീ മകരന്ദവായു അന്തർഗത സ്വവിവരേണ ചകാര തേഷാം സംക്ഷോഭമക്ഷരജുഷാം അഭിചിത്തതന്യോ. താമരപ്പൂ പോലെയിരിക്കുന്ന നയനങ്ങൾ ഉള്ള അവൻ്റെ ഭഗവാന്റെ താമരപ്പൂ പോലെയിരിക്കുന്ന പാദങ്ങളുടെ കിഞ്ചിൽക്ക തുല്യങ്ങളായ വിരലുകളിൽ മിശ്രമായിരിക്കുന്ന തുളസിയുടെ മകരന്ദ സ്പർശമുള്ള കാറ്റ്. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ തുളസി പൂ കൊണ്ട് പൂജ ചെയ്തിട്ടുണ്ട്. ആ ഭഗവാന്റെ കുനിഞ്ഞ് നമസ്കരിക്കുമ്പോൾ ആ കാലുകളുടെ വിരലുകളിൽ അല്ലെങ്കിൽ കാലിൽ പറ്റിപ്പിടിച്ചുള്ള തുളസികളിൽ നിന്ന് വരുന്നിട്ടുള്ള ഗമ എന്നുള്ള തുളസിയുടെ മണം, കാറ്റ്. പിന്നെയോ അവരുടെ നാസികാധാരത്തിൽ കൂടെ, ആരുടെ? സനകാദി മുനിമാരുടെ ഉള്ളിൽ പ്രവേശിച്ചതായിട്ട് അക്ഷരമായ എന്ന് പറഞ്ഞാൽ നാശരഹിതമായ എന്ന്, അല്ലാണ്ട് ABCD അല്ല, അല്ല, അക്ഷര നശിക്കാത്തത്, ക്ഷരം നശിക്കുന്നത്, അക്ഷരം നശിക്കാത്തത്. നാശരഹിതമായ പരബ്രഹ്മത്തെ പ്രാപിച്ചവരാണെങ്കിലും അവരുടെ മനഃശരീരങ്ങൾക്ക് ശരിയായ ക്ഷോഭത്തെ ഉണ്ടാക്കി തീർത്തു. വറച്ചു, വരട്ടി തന്നെ പറയാം. ഇനി അതിൻ്റെ എന്താണെന്ന് പറയാം, ഞാനിത് അവസാനിക്കും വിചാരിച്ചു, അവസാനിക്കില്ല. അതിൻ്റെ കാരണം 50 ശ്ലോകമുണ്ട്, ഇപ്പോൾ 43 നമ്മൾ പറയണതേ. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം എന്താ? ദർശനമാത്രത്താൽ ആനന്ദിപ്പിക്കുവാൻ തക്ക സൗന്ദര്യമുള്ള താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയ ഭഗവാന്റെ പാദപത്മങ്ങളുടെ കിഞ്ചിൽക്ക തുല്യമായ വിരലുകളിൽ സംബന്ധിച്ച് കിടക്കുന്ന തുളസിയുടെ മകരന്ദഗന്ധത്തോടു കൂടിയ വായു പാദപത്മത്തിൽ നമസ്കരിച്ച സനകാദികളുടെ നാസികാധാരത്തിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിർഗുണ ബ്രഹ്മസ്വരൂപന്മാരായിരിക്കുന്നവരാണ് അവരെങ്കിലും അവരുടെ മനസ്സിന് അത്യാനന്ദത്തെയും ശരീരത്തിൽ രോമാഞ്ചത്തെയും ജനിപ്പിച്ചു. ബ്രഹ്മാനന്ദത്തേക്കാൾ ഭജനാനന്ദം ഉത്കൃഷ്ടമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ് ഇത് നമ്മൾക്കൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ബ്രഹ്മാനന്ദത്തേക്കാൾ ഭജനാനന്ദം. ഇപ്പം എന്താ മനസ്സിലായത്? ഭഗവാനെ ഭജിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദമാണ് സുപ്പീരിയർ. ബ്രഹ്മത്തെ അനുഭൂതി മണ്ഡലത്തിൽ കൊണ്ടുവരുണ്ടാവുമ്പോൾ ഇത്ര ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഭജനാനന്ദം. ഇപ്പം ഞാൻ ഈ എപ്പിസോഡുകൾ ഇങ്ങനെ കസർത്തുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ നിങ്ങളെ ആരും കാണുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല, എന്നാ ഉണ്ടേനും കുറച്ച് ദുർലഭം ആൾക്കാർ ഉണ്ട്. പക്ഷേ എൻ്റെ ശ്രദ്ധ എവിടെയാണ്? ഈ വരികളിൽ എന്ത് പ്രൊജക്റ്റ് ചെയ്യണു അത് ഞാൻ സാക്ഷിയാവുകയാണ്, നിങ്ങളെ സാക്ഷിയാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ അക്ഷരം എന്ന് പറഞ്ഞത് നാശരഹിതമായ ഭഗവാന്റെ പാതാരവിന്ദത്തെ ഞാൻ കണ്ടു. സനകാദികളുടെ കൂടെ ഞാനും നമസ്കരിച്ചു. എനിക്കും കിട്ടിയ ആ തുളസിയുടെ ഗന്ധം ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ രീതി.
ഭാഗവതത്തിൻ്റെ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലി വാക്കാർത്ഥം പറഞ്ഞ് ഭാവാർത്ഥം പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി, ഐ ആം ദി ബ്ലെസ്ഡ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോ പൂരങ്ങൾ നടക്കുന്നുണ്ട്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും. ഞാൻ ഒന്നിനും പോവാറില്ല. കാരണം എന്താ, ഇത് എൻ്റെ കമ്മിറ്റ്മെൻ്റാണത്. ഏത് ജീവൻ ശരീരത്തിൽ നിന്ന് നിർഗമിക്കുന്നതിൻ്റെ മുന്നേ ഇത് കഴിച്ചിരിക്കണമല്ലോ ഈശ്വര. അതിനുള്ള ആയുസ്, അതിനുള്ള വായു തരണേ. ഇനി അതിന് നിന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ, ഞാൻ സഫിഷ്യൻ്റായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, സഫിഷ്യൻ്റായിട്ട്. കാരണം ഭാഗവതത്തിനേക്കാൾ 10,000 ശ്ലോകങ്ങൾ ജാസ്തിയുള്ള ശ്രീകൃഷ്ണ കഥാമൃതം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ കഥകളേനെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ ഞാനൊരു ഇൻഡിവിജ്വലിന് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെ സിസ്റ്റം. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് ഐ ആം ദി ബ്ലെസ്ഡ്. കുട്ടികൾ വിളിക്കുന്നുണ്ട്, ഷാർജയിലേക്ക് വരൂ, ഡെൻമാർക്കിലേക്ക് വരൂ. സോറി, നിങ്ങൾക്ക് ആ ടിക്കറ്റിന് ചിലവഴിക്കുന്ന കാശ് എനിക്ക് തരിക. ഞാൻ എന്തുണ്ട്, സന്ദർഭം കിട്ടും, ഞാൻ എൻ്റെ വീട്ടിലൊരു സപ്താഹം ചെയ്യിപ്പിക്കും. ഒരു 7-8 ദിവസം ആൾക്കാർക്ക് അന്നദാനം കൊടുത്ത് നമുക്ക് വായിക്കാമല്ലോ. അതിൻ്റെ ബെനിഫിറ്റ് അവർക്കാണ്, ബ്ലെസ്സിങ് അവർക്കാണ്, എനിക്കല്ല. എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. എൻ്റെ 2 കുട്ടികളെയും വാനോളം ഭഗവാൻ നടത്തുന്നുണ്ട്. പിന്നെന്താ? അപ്പോൾ പറഞ്ഞത് ബ്രഹ്മാനന്ദത്തെക്കാൾ ഭജനാനന്ദം ഉത്കൃഷ്ടമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കുന്ന ആ വാസുദേവൻ്റെ അവരവരിൽ വസിക്കുന്ന ദേവനായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയെ നിങ്ങൾ മനസ്സിൽ ആരാധിക്കുക, മനസ്സിൽ ധ്യാനിക്കുക. ഒരു ക്ഷേത്രത്തിലും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് ഒരു 3-4 ഇൻവിറ്റേഷൻ ഫ്ലൈറ്റ് കൊണ്ടുപോകാം. എവിടെ? പ്രയാഗ്രാജ്. 144 കൊല്ലം കൂടുമ്പോഴത്തെ എന്താണ്, മഹാകുംഭമേളയാണ്. ഞാനിതിവിടെ നിത്യം അനുഭവിക്കുകയാണ്. 365 ദിവസവും ഞാനിത് അനുഭവിക്കുകയാണ്. പൂർണ്ണകുംഭം തന്നെ, പൂർണ്ണകുംഭമാണ് ഞാനും അനുഭവിക്കുന്നത്. മനസ്സിലായോ? അതില്ലാതെ കണ്ടാണ് എനിക്ക് മനസ്സില്ല. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.